12-13 വയസ്സ് കഴിയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പോഴത്തെ കുഞ്ഞു മക്കളെ ഒന്ന് മാനേജ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവരുടേതായ ലോകം, അവരുടേതായ പ്രവർത്തനങ്ങൾ, അതിലേക്കൊക്കെ അവർ പോകാറുണ്ട്. ഇങ്ങനെ പോകുന്ന അവസരങ്ങളിൽ ഈ സഹോദരിയുടെ മൂത്ത മകൾ തെറ്റായ ബന്ധങ്ങളിലേക്ക് ചരിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ മകനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അവൻ കോളേജിലൊക്കെ ചേർന്നു. കേരളത്തിൽ പഠിക്കുന്ന കാലത്ത് നല്ല മിടുക്കനായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു, മ്യൂസീഷ്യനായിരുന്നു. എന്നാൽ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാനായിട്ട് പോയപ്പം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവനും പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടേണ്ട അവസ്ഥ വന്നു. കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചു. നിൽക്കക്കളിയില്ലാതെ അവൻ പതുക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അവസാനം അവൻ്റെ നിയന്ത്രണം തന്നെ അവന് നഷ്ടമായി. മൂന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് മറ്റു രണ്ടുപേരെ പോലെയും ബുദ്ധിവികാസമൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഒരു ആവറേജ്, ബിലോ ആവറേജ്. പക്ഷേ അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പഠിച്ച് അമ്മയോടൊപ്പം നിന്ന് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥ. ഈ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ചോ, ഈ 3 മക്കളും ഇതുപോലുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ തെറാപ്പിയൊക്കെ ചെയ്യുവാനായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുമായിരുന്നു. തെറാപ്പിയിലൂടെയൊക്കെ ആദ്യത്തെ 2 മക്കളും കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അച്ചോ, ആദ്യത്തെ 4-5 ദിവസങ്ങളൊക്കെ ആ ഒരു എടുത്ത പ്രതിജ്ഞ, തീഷ്ണത നന്നായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ തോന്നി. പിന്നെ മാസങ്ങളും വർഷങ്ങളും മുമ്പോട്ട് കടന്നുപോയി. ചില സാഹചര്യങ്ങളിലൊക്കെ വീണ്ടും അടിക്കടി പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സംശയങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഞാനെന്തിനാ ഇത്രമാത്രം കഷ്ടപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നത്? കാരണം ഓഫീസ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി അവസാനം ഉറങ്ങുന്നതിന് മുൻപ് ചിലപ്പോൾ ഉറക്കം തൂങ്ങി പോകുന്ന സാഹചര്യങ്ങളിൽ ശാരീരികമായ ക്ഷീണം മൂലം ആ അമ്മ ഈ പ്രാർത്ഥന നിർത്തിയില്ല. മുട്ടുകുത്തിയും കൈ വിരിച്ചു പിടിച്ചും ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഈ 3 മക്കൾക്ക് വേണ്ടിയിട്ടും. ഈ അമ്മ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അച്ചോ, വർഷങ്ങൾ കഴിഞ്ഞു. ഏകദേശം 8 വർഷം ഞാൻ മൂത്തയാൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ആൾക്ക് വേണ്ടി 6.5 വർഷം, മൂന്നാമത്തെ ആൾക്ക് വേണ്ടി 5.5 വർഷം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അച്ചോ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ആ ജപമാലയുടെ ശക്തിയെക്കുറിച്ച്. എൻ്റെ 3 മക്കളും വിദേശ രാജ്യത്താണ്. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ ലഭിച്ചു. അവർക്ക് 3 പേർക്കും ജോലിയുണ്ട്, കുഞ്ഞു മക്കളുമുണ്ട്.